നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാഥാ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യോഗത്തിൽ സംസാരിച്ചു. അറക്കുളം സെന്റ് ജോസഫ്സ് കോളേജിൽ ജനുവരി 16-17 തീയതികളിൽ ദേശീയ വിദ്യാഭ്യാസ വർഷം സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖജനാവിൽ നിന്നും പണമെടുത്ത് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്താരാഷ്ട്ര വിന്റർ യൂത്ത് ഗെയിം പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ, ബ്രോൺസ് മെഡലുകൾ സ്വന്തമാക്കിയ ബ്ലസൻ ബാബുവിന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഐഷ പോറ്റി വർഗ വഞ്ചകയാണെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ മേഴ്സിക്കുട്ടിയമ്മ. വാർത്തകൾ വിശദമായി. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പരിഗണന വേണമെന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥാ നായകൻ കൂടിയായ അദ്ദേഹം. സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. AK അബ്ദുൽ ഹമീദ് ബാഖാവി അധ്യക്ഷത വഹിച്ചു. യാത്രാ ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവർ പ്രസംഗിച്ചു. നാടിന്റെ വികസനം എല്ലാ മനുഷ്യരുടെയും സാമൂഹിക വികസനമാണെന്നും മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ എല്ലാവർക്കും അവകാശപ്പെട്ടതാണെന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ജാഥാ നായകൻ കൂടിയായ കാന്തപുരം. കർഷകർ കുറഞ്ഞു വരികയാണ് എന്ന് തോന്നുന്നു. കാരണം കർഷകർക്ക് അവർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടത്ര വില ലഭ്യമാകാത്തത് കൊണ്ടോ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന താങ്ങുവിലകൾ കുറവായത് കൊണ്ടോ എല്ലാവരും പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു മാറ്റം വരണം. ഇവിടെ കർഷകർ വർദ്ധിച്ചു വരണം, കൃഷി ഉണ്ടാവണം. ഈ നാട് എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന നാടായി മാറണം. അതിനൊരു ഗവൺമെന്റ് മാത്രം ഉത്സാഹിച്ചത് കൊണ്ട് സാധ്യമല്ല, ഒരിക്കലും അത് സാധിക്കുകയില്ല. മറിച്ച് എല്ലാ ഉത്തരവാദപ്പെട്ട ആളുകളും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ഉത്സാഹിക്കുകയും വേണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പാർപ്പിടമില്ലാത്ത, കുടിക്കാൻ വെള്ളമില്ലാത്ത ധാരാളം പാവപ്പെട്ട ജനങ്ങൾ നമ്മുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട്. അത് നാം കണ്ടില്ലെന്ന് വെക്കാൻ നിർവാഹമില്ല. തീർച്ചയായും കണ്ടേ പറ്റൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മോട് പറഞ്ഞത്, ഭൗതികമായ ജീവിതത്തിൽ നിന്റെ താഴെയുള്ളവരെ കൊള്ള നീ നോക്കുകയും അവർ കഷ്ടപ്പെടുന്ന അത്രയും കഷ്ടപ്പാട് എനിക്ക് ഇല്ല. അല്ലാഹു തആല അങ്ങനെ എന്നെ ആക്കി തീർത്തു. നമ്മുടെ സാമൂഹിക ജീവിതം ഇനിയും മെച്ചപ്പെടണം. ലയങ്ങളിലും മറ്റും ദുരിതപൂർണ്ണ ജീവിതം നയിക്കുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്ക് സ്വസ്ഥമായി കിടന്നുറങ്ങാൻ വാസയോഗ്യമായ പാർപ്പിടം ഒരുക്കണം. കാർഷിക വിളകളുടെയും സുഗന്ധവ്യഞ്ജനങ്ങളുടെയും നാടാണ് ഇടുക്കി. കർഷകർ നമ്മുടെ നാടിന്റെ നട്ടെല്ലാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ കൃഷിയിലേക്ക് കടന്നുവന്നവരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് ആശാവഹമാണ്. പക്ഷേ കർഷക കുടുംബങ്ങൾക്ക് കൃഷിയിൽ നിന്ന് തന്നെ വരുമാനം ലഭിക്കുന്ന നിലയുണ്ടാകണം. എങ്കിലേ കാർഷിക രംഗം സജീവമാകൂ. പുതുതലമുറയെ കൃഷിയിലേക്ക് ആകർഷിക്കാനും കർമ്മ പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സയ്യിദ് അലി ബാഖഫി തങ്ങളുടെ പ്രാർത്ഥനയോടെ ആരംഭിച്ച സമ്മേളനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്തു. AK അബ്ദുൽ ഹമീദ് ബാഖഫി അധ്യക്ഷത വഹിച്ചു. യാത്ര ഉപനായകരായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി, പേരോട് അബ്ദുൾ റഹ്മാൻ സഖാഫി എന്നിവർ സംസാരിച്ചു. PG ജോസഫ് MLA, മുനിസിപ്പൽ വൈസ് ചെയർമാൻ K ദീപക്, അഡ്വക്കേറ്റ് CK വിദ്യാസാഗർ, CP വർഗീസ്, KMA ഷുക്കൂർ, സലിംകുമാർ, അഡ്വക്കേറ്റ് റോയി വാരിക്കാട്ട്, അഡ്വക്കേറ്റ് ഷാജി ജോസഫ്, MM സുലൈമാൻ എന്നിവർ ആശംസകൾ നേർന്നു. മുഹമ്മദ് അലി സഖാഫി വള്ളിയാട്, ഫിർദൌസ് സഖാഫി പ്രം എന്നിവർ പ്രമേയ പ്രഭാഷണം നടത്തി. മാരായമംഗലം അബ്ദുൾ റഹ്മാൻ ഫൈസി,
വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി, ഷറഫുദ്ദീൻ ജമലുല്ലൈലി തങ്ങൾ, സയ്യിദ് അഹമ്മദ് ജിഫ്രി തങ്ങൾ, എൻ അലി അബ്ദുള്ള, മജീദ് കക്കാട്, മുഹമ്മദ് കുഞ്ഞി സഖാഫി, അബ്ദുൾ കരീം സഖാഫി എന്നിവർ പങ്കെടുത്തു. ടി കെ അബ്ദുൾ കരീം സഖാഫി സ്വാഗതവും ഷാജഹാൻ മുയീനി നന്ദിയും രേഖപ്പെടുത്തി. കേരള യാത്രയെ 12ാം ദിവസം ഇടുക്കി ജില്ലാ അതിർത്തിയായ അച്ചൻകവലയിൽ ജില്ലാ നേതാക്കളും നൂറുകണക്കിന് സുന്നി പ്രവർത്തകരും ചേർന്നാണ് സ്വീകരിച്ചത്. വഴിയോരങ്ങളിൽ വൻ ജനാവലി യാത്രയെ എതിരേറ്റു. തൊടുപുഴയിൽ സ്നേഹവിരുന്നും റാലിയും സെന്റിനറി ഗാർഡ് പരേഡും നടന്നു. പാനായിക്കുളം അബ്ദുൾ റഹ്മാൻ മുസ്ലിയാർ നഗരിയിൽ നടന്ന സ്വീകരണ സമ്മേളനത്തിലേക്ക് ആയിരങ്ങൾ ഒഴുകിയെത്തി. കേരള യാത്ര 16-ന് തിരുവനന്തപുരത്ത് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. അറക്കുളം സെന്റ് ജോസഫ്സ് കോളേജിൽ ജനുവരി 16, 17 തീയതികളിൽ ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി അധ്യക്ഷത വഹിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി എഡ്യൂക്കേഷൻ എക്സ്പോ, കരകൗശല പ്രദർശനങ്ങൾ, ഭക്ഷ്യവസ്തുക്കളുടെ പ്രദർശന വിപണനങ്ങൾ എന്നിവ നടക്കും. മൂലമറ്റം സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് ഓട്ടോണമസും സെന്റ് ജോസഫ് അക്കാദമി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ദേശീയ വിദ്യാഭ്യാസ ഫെസ്റ്റ് ജനുവരി 16, 17 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 16-ന് കോളേജ് അങ്കണത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിക്കും. കോളേജ് മാനേജർ റവറൻ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI അധ്യക്ഷത വഹിക്കും. യോഗത്തിൽ അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, പഞ്ചായത്ത് മെമ്പർ PA വേലുക്കുട്ടൻ, കോളേജ് ബർസാർ റവറൻ ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ് എന്നിവർ സംസാരിക്കും. 17-ാം തീയതി വൈകിട്ട് 6-ന് ഓപ്പൺ ഗ്രൗണ്ടിൽ പ്രശസ്ത ഗായകൻ വിധു പ്രതാപ് നയിക്കുന്ന മെഗാ മ്യൂസിക്കൽ ബാൻഡോടു കൂടിയാണ് ഫെസ്റ്റ് സമാപിക്കുന്നത്. 2026 ജനുവരി 16, 17 തീയതികളിൽ നമ്മുടെ ട്രിയോൺസ എന്ന പേരിൽ ഒരു അക്കാഡമിക് ആർട്ട് കൾച്ചറൽ ഒരു മെഗാ ഫെസ്റ്റ് നടത്തുന്ന ഒരു ക്രമീകരണവുമായി ബന്ധപ്പെട്ടാണ്. എൻ്റെ മുഖവര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2020 നമ്മുടെ കോവിഡിന് ശേഷം നമ്മുടെ കുഞ്ഞുങ്ങൾ പല സാധ്യതകളിലും അത് വഴിതെറ്റി പോകുന്ന ഒരു സാഹചര്യങ്ങളെ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കോളേജിൻ്റെ പല സാഹചര്യങ്ങളിലും, പ്രത്യേകിച്ച് കോളേജ് അക്കാദമി, അതുപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഈ തലങ്ങളിൽ കുട്ടികൾക്ക് മാക്സിമം ആയിട്ടുള്ള അവരുടെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുവാനും ചാനലൈസ് ചെയ്യുവാനുമായിട്ടുള്ള ഒരു ക്രമീകരണം എന്നുള്ള രീതിയിലാണ് ഇന്റർ കോളേജിയേറ്റ് നമ്മുടെ കേരളത്തിനകത്തും പുറത്തുമുള്ള കോളേജുകളിലെ കുട്ടികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ടെസ്റ്റ് നടത്തുന്നത്. അത് അവരുടേതായിട്ട് പല കോമ്പറ്റീഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് തന്നിട്ട് ഞാൻ വിവരിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ 16-ാം തീയതി രാവിലെ 9 മണിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ അവരുകളായിരിക്കും ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതിനുശേഷം പിള്ളേരുടെ കൾച്ചറലായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ടാകും, കോമ്പറ്റീഷൻ ഉണ്ടാകും, വിവിധങ്ങളായിട്ടുള്ള അതുപോലെ തന്നെ കായിക മത്സരങ്ങളും അതുപോലെ പല പരിപാടികളെല്ലാം വിശദമായിട്ട് ഞങ്ങൾ പ്രസ് റിപ്പോർട്ടിൽ റിലീസ് തന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികളെ നമ്മൾ ഏറ്റവും നല്ല മിടുക്കന്മാരും മിടുക്കരാക്കുക എന്നുള്ളതാണ് കോളേജിൻ്റെയും അക്കാദമി പ്രധാനമായിട്ട് ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മൾ ഒരൊറ്റ യൂണിറ്റായിട്ട്, പ്രത്യേകിച്ച് സെന്റ് ജോസഫ് കോളേജ് ഓട്ടോണമസ് ആയതിനു ശേഷം നടത്തുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഫെസ്റ്റാണ്. എല്ലാ കോളേജുകളെയും സംയോജിപ്പിച്ചുകൊണ്ട് കുട്ടികളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഞങ്ങൾ ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ എല്ലാ നേതൃത്വവും നമ്മൾ കൊടുത്തിരിക്കുന്ന കുട്ടികൾക്കില്ല. കുട്ടികൾ അവരുടെ പല രീതിയിലുള്ള എക്സിബിഷനുണ്ട്. നമ്മുടെ ISR എക്സിബിഷനുണ്ട്, ഓസ്കാറിൻ്റെ എക്സിബിഷനുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള പല രീതിയിലുള്ള സാംസ്കാരിക പരിപാടികളുണ്ട്. ഇതിലെല്ലാം നേതൃത്വം നൽകപ്പെട്ട് കുട്ടികൾ പലരെ കാണുന്നു, കുട്ടികൾ പലരുമായിട്ട് സംവദിക്കുന്നു, അതനുസരിച്ച് അവർ പലരെയും സജസ്റ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ പ്രക്രിയ മുന്നോട്ട് പോകുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോളേജ് ഡയറക്ടർ ആൻഡ് മാനേജർ ഫാദർ ഡോക്ടർ തോമസ് പുതുശ്ശേരി CMI, ബർസാർ റവറൻ ഫാദർ ബോബിൻ കുമരേട്ട് CMI, പ്രിൻസിപ്പൽമാരായ ഡോക്ടർ ജോസഫ് ജോർജ്, ഡോക്ടർ തോംസൺ ജോസഫ്, പ്രോഗ്രാം കോർഡിനേറ്റർ സുനിത മാത്യു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഖജനാവിൽ നിന്നും പണമെടുത്ത് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാർ ചെലവിൽ നടത്തുന്ന ക്വിസ് മത്സരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കും പിണറായി വിജയൻ എന്ന ഉത്തരം കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്ന നാണംകെട്ട പരിപാടിയിൽ നിന്നും പിന്മാറാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് എം ഇപ്പോഴും ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു പരാമർശവും ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങൾ ഉണ്ടാകും. LDF-ലും NDA-യിലുമുള്ള കക്ഷികളും നിഷ്പക്ഷരായ ആളുകളും UDF-ലേക്ക് വരുമെന്നും തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. ഇടതുമുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പൊ അതിനെക്കുറിച്ചൊന്നും എനിക്ക് പ്രത്യേകമായിട്ടുള്ളൊരു കമന്റ് പറയാനില്ല. അവരുടെ ആ ഒരു വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള ഒന്നും ഞങ്ങളുടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല.
പക്ഷെ ഞങ്ങൾ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിന് മുൻപായി കേരളത്തിൽ വിസ്മയങ്ങളുണ്ടാവും. UDFന്റെ മക്കളേക്ക് കക്ഷികളും LDFിലുള്ള കക്ഷികളും NDAയിലുള്ള കക്ഷികളും അല്ലാതെയുള്ള നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും UDFന്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരും. അത് ഉറപ്പായിട്ട് വരും. അത് ആരൊക്കെയാണ് എന്ന് ദയവ് ചെയ്ത് ഇപ്പൊ ചോദിക്കരുത്. അത് സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും. കേരളത്തിൽ ഈ ഗവൺമെന്റ് ചെയ്യുന്ന എന്താ? ഇപ്പൊ സർക്കാർ ചെലവിലാണ് മുഴുവൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ? അദ്ദേഹം ഭരിക്കുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിൽ ക്വിസ് മത്സരം നടത്തി എല്ലാ ചോദ്യത്തിനും ഉത്തരം പിണറായി വിജയൻ എന്ന് വരുത്തി തീർക്കുന്ന നാണം കെട്ട പരിപാടി ഈ കേരളത്തിൽ ഒരു ഗവൺമെന്റ് ചെയ്തിട്ടില്ല. തെരഞ്ഞെടുപ്പിന് 2 മാസം മുമ്പ് ക്വിസ് മത്സരം, അത് കുട്ടികളെ കൊണ്ട് എല്ലാവരെ കൊണ്ടും പിണറായി വിജയൻ എന്ന് ഉത്തരം പറയിപ്പിക്കുന്ന ചോദ്യം സർക്കാർ ചെലവിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത്. ഈ നാണം കെട്ട പരിപാടി ഇത് മുഖ്യമന്ത്രിക്ക് വ്യക്തിപരമായി അപമാനമായി മാറും. ഞാൻ അദ്ദേഹത്തോട് അപേക്ഷിക്കുന്നു, ഈ പരിപാടി ഡ്രോപ്പ് ചെയ്യണം. നാണക്കേടാണ്, കേരളത്തിന് നാണക്കേടാണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അപമാനകരമാണ്. ഇത് ചെയ്യരുത്, ഈ പണി ചെയ്യരുത്. പിന്നെ വീണ്ടും വീടുകളിൽ വോളണ്ടിയർമാർ പോവാണ്, CPM വോളണ്ടിയർമാർ. സർക്കാർ ചെലവിൽ ആ പരിപാടി അവസാനിപ്പിക്കണം. ഇനി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം സ്വന്തം കാശെടുത്ത് നടത്തിയാൽ മതി. നിങ്ങൾ എന്ത് പ്രവർത്തനം നടത്തുന്നതിലും ഞങ്ങൾക്ക് എതിർപ്പില്ല. സ്വന്തം കാശ് വേണം. സർക്കാരിന്റെ കാശെടുത്ത് ഇതുപോലത്തെ പണി ചെയ്താൽ ഉദ്യോഗസ്ഥന്മാരോടുകൂടി ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങളെല്ലാം ഉത്തരവാദികളാവും, അക്കൌണ്ടബിളാവും. സർക്കാരിന്റെ പണമെടുത്ത് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാൽ അത് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ കൂടി ഉത്തരവാദികളാവും. ഞങ്ങൾ ഏതറ്റം വരെ നിയമയുദ്ധം നടത്തിയും ആ പണം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്താൻ വേണ്ടി എടുക്കുന്ന പണം ഞങ്ങൾ തിരിച്ചടപ്പിക്കുക തന്നെ ചെയ്യും. ഒരു സംശയമാണ്. അന്താരാഷ്ട്ര വിന്റർ യൂത്ത് ഗെയിം പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത പുരുഷന്മാരുടെ 90+ കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ, ബ്രോൺസ് മെഡലുകൾ സ്വന്തമാക്കിയ ബ്ലസൻ ബാബുവിന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നേതൃത്വത്തിൽ സ്വീകരണം നൽകി. നിരവധി വിശിഷ്ട വ്യക്തികൾ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. തൊടുപുഴ ക്രോസ്ഫിറ്റ് ജിംനേഷ്യത്തിൽ മാസ്റ്റർ ട്രെയിനറാണ് ബ്ലസൻ ബാബു. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നടന്ന അന്താരാഷ്ട്ര വിന്റർ യൂത്ത് ഗെയിം പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത പുരുഷന്മാരുടെ 90+ കിലോഗ്രാം വിഭാഗത്തിൽ സിൽവർ, ബ്രോൺസ് മെഡലുകൾ സ്വന്തമാക്കിയ തൊടുപുഴ ക്രോസ്ഫിറ്റ് ജിംനേഷ്യത്തിൽ മാസ്റ്റർ ട്രെയിനറായി ജോലി ചെയ്യുന്ന ശ്രീ ബ്ലസൻ ബാബുവിന് ഇടുക്കി MP ശ്രീ ഡീൻ കുര്യാക്കോസിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. പ്രിയപ്പെട്ട ശ്രീ ബ്ലസനെ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കാനും അല്ലെങ്കിൽ അദ്ദേഹത്തിന് എല്ലാ തരത്തിലുമുള്ള പിന്തുണ കൊടുക്കാനും എല്ലാവരും സന്നദ്ധരായി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ആ വേളയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. ആ ഒരു പിന്തുണയും എല്ലാവരുടെയും ആ ഒരു ആകാംക്ഷയും പ്രതീക്ഷയുമാണ് വ്യക്തിപരമായി എന്നെയും ആ ഒരു നിലയിലേക്ക് പ്രേരിപ്പിച്ചത് എന്ന് എനിക്ക് സൂചിപ്പിക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എല്ലാവരും ഒത്തൊരുമിച്ചാണ് ബസ്സിനെ പിന്തുണച്ചത്, അദ്ദേഹത്തിന് എല്ലാ പിന്തുണയും നൽകിയത്. അപ്പോൾ ഈ വിജയത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് സന്തോഷിക്കുന്നു, എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പ്രിയപ്പെട്ട ബസ്സിന് 1000 ആശംസകൾ നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്രോസ്ഫിറ്റ് ജിംനേഷ്യം മാനേജ്മെന്റ് ശ്രീ വർഗീസ്, ശ്രീമതി നിഷ വർഗീസ് എന്നിവരും സ്വീകരണ യോഗത്തിൽ ജനാധിപത്യ കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ യൂത്ത് പ്രസിഡന്റ് ശ്രീ സോനു ജോസഫ്, കാഞ്ഞാർ സബ് ഇൻസ്പെക്ടർ ശ്രീ നജീബ്, INTUC ജില്ലാ സെക്രട്ടറി ശ്രീ ബിനു തോമസ്, തൊടുപുഴ ക്രൈംബ്രാഞ്ച് ഇൻസ്പെക്ടർ ശ്രീ ബൈജു P. കാസിം, തൊടുപുഴ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ശ്രീ അജയകുമാർ, രാമപുരം ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ റിൻസ് C. ഇസ്മയിൽ, ശ്രീ ഷമീർ, ജിമ്മിലെ മറ്റംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഒക്കെ ഒരു മേഖലയിൽ ആ മേഖലയിലേക്ക് മാറുമ്പോൾ ഈ യുവതലമുറയ്ക്കൊരു മാതൃകയായിട്ട് ഇരുമ്പിനെയും ജീവിതത്തെയും പ്രണയിച്ച് അദ്ദേഹം നേടിയ ഈ വിജയം യുവജനങ്ങൾക്ക് ഒരു മാതൃകയാണ്. ശ്രീ ബ്ലസൻ ബാബു മറുപടി പ്രസംഗത്തിൽ സ്വീകരണത്തിന് നന്ദി പ്രകാശിപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷിക ആഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും നടന്നു. സ്പെക്ട്ര 2K26 എന്ന പേരിൽ നടത്തിയ പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഉദ്ഘാടനം ചെയ്തു. നിരവധി വിശിഷ്ട വ്യക്തികൾ യോഗത്തിൽ പങ്കെടുത്തു. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 46ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ഈ വർഷം വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ ലിസ്ബeth, ജോർജ് തോമസ്, ആൻസി തോമസ് എന്നിവരുടെ യാത്രയയപ്പ് സമ്മേളനവുമാണ് സംഘടിപ്പിച്ചത്. സ്കൂൾ അങ്കണത്തിൽ വെച്ച് സ്പെക്ട്ര 2026 എന്ന പേരിൽ നടത്തിയ പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് IAS ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ കാലഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിലെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക,
എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ നിങ്ങളുടെ അധ്യാപകർ നൽകുന്ന നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് തരുന്ന സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ജീവിതം കെട്ടിപ്പടുക്കുക. നിങ്ങൾ ആരാണോ ആഗ്രഹിക്കാൻ ഈ ഇന്ത്യ രാജ്യത്ത് നിങ്ങൾക്ക് ആരാകാൻ ആഗ്രഹിച്ചു നിങ്ങൾക്കായിത്തീരാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടിയിട്ടുള്ള ക്ഷീണ പ്രയത്നം നടത്തുക എന്ന് മാത്രമാണ് ഈ സന്ദേശം പറയുന്നത്. ഏതായാലും ഈ സ്കൂളിന്റെ ഈ 46ാമത് വാർഷിക സമ്മേളനമാണെന്ന് 46 വർഷമായിട്ട് ഈ പ്രദേശത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചു വരുന്ന ഈ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ സ്പെക്ട്ര 26 സ്കൂൾ വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നല്ല ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ വടക്കൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽ ഫാദർ ജോസ് നരിത്തൂക്കിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റവറന്റ് ഡോക്ടർ ജോർജ് തകിടിയിൽ അനുഗ്രഹ പ്രഭാഷണവും വിരമിച്ച അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനവും നടത്തി. 33 വർഷത്തെ സേവനത്തിന് ശേഷം മുരിക്കാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ SI KD മണിയനെ കളക്ടർ മൊമെന്റോ നൽകി ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനോസ് ജോസഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മാളവിക ബാബു എന്നിവർ മൊമെന്റോകൾ നൽകി. പഞ്ചായത്ത് അംഗം വിൽസൺ പുതിയകുന്നിൽ, അസിസ്റ്റന്റ് മാനേജർ ഫാദർ ലിബിൻ വള്ളിയാം തടത്തിൽ, പ്രിൻസിപ്പൽ സിബിച്ചൻ തോമസ്, ഹെഡ് മിസ്ട്രസ് ജിജിമോൾ മാത്യു, LP സ്കൂൾ ഹെഡ് മാസ്റ്റർ സിജിമോൻ തോമസ്, PTA പ്രസിഡന്റുമാരായ ജെയ്സൺ കെ ആന്റണി, അനിത ഷിബു, CB ജോസഫ്, ജിൻസി ജോസഫ്, ബോബി തോമസ്, എൽദോസ് ജോബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. കൊട്ടാരക്കരയിൽ 3 തവണ MLA ആയിരുന്ന ഐഷ പോറ്റി CPM അംഗത്വം ഉപേക്ഷിച്ച് കോൺഗ്രസിൽ ചേർന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, ദീപാദാസ് മുൻഷി, ബിന്ദു കൃഷ്ണ ഉൾപ്പെടെ വിവിധ നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ച് ഐഷ പോറ്റിയെ കോൺഗ്രസിലേക്ക് ഔദ്യോഗികമായി സ്വീകരിച്ചു. ഈ വലിയ ഐതിഹാസികമായ ഈ സമരപന്തലിൽ മറ്റൊരു വിസ്മയം കൂടി ഉണ്ടായി. ദീർഘകാലം CPMന്റെ MLA, മുതിർന്ന CPM നേതാവുമായ ശ്രീമതി ഐഷ പോറ്റി. ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അപ്പുറത്ത് നിൽക്കുമ്പോഴും ഞങ്ങളുടെ എല്ലാ മനസ്സുകളിൽ ആദരവുണ്ടാക്കിയ വ്യക്തിത്വമായിരുന്നു ശ്രീമതി ഐഷ പോറ്റി. അവരെടുത്ത വലിയൊരു തീരുമാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അംഗമാകുക എന്നുള്ളത്. അവരെ കോൺഗ്രസിന്റെ ഈ വലിയ തറവാട്ടിലേക്ക്, ഈ കുടുംബത്തിലേക്ക് ഞങ്ങൾ എല്ലാവരും ചേർന്ന് കൃത്യമായി സ്വാഗതം ചെയ്യുകയാണ്. തീർച്ചയായും ഇതൊരു സന്തോഷകരമായ ഒരു മുഹൂർത്തം തന്നെയാണ്. കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് ശ്രീമതി ഐഷ പോറ്റിക്ക് നൽകിയാണ്. അതിന് പ്രിയങ്കരനായ KPCC +1 വിദ്യാർത്ഥിനിയുടെ അവസരോചിതമായ പ്രവർത്തനം വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ചു. കുടയത്തൂർ പാലത്തിന് സമീപം പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സമീപവാസിയായ ജയയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മിന്നു എന്ന് വിളിക്കുന്ന കീർത്തന അജി രക്ഷപ്പെടുത്തിയത്. പരപ്പൻകര വാണിയപ്പുരയ്ക്കൽ അജി സിനി ദമ്പതികളുടെ മകളാണ് മിന്നു. +1 വിദ്യാർത്ഥിനിയുടെ അവസരോചിതമായ പ്രവർത്തനം വീട്ടമ്മയുടെ ജീവൻ രക്ഷിച്ചു. കുടയത്തൂർ പാലത്തിന് സമീപം ഒഴുക്കിൽപ്പെട്ട് മുങ്ങിത്താഴ്ന്ന സമീപവാസിയായ ജയയാണ് കുടയത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനി മിന്നു എന്ന് വിളിക്കുന്ന കീർത്തന അജി രക്ഷപ്പെടുത്തിയത്. കൂട്ടുകാരെ ബസ് സ്റ്റോപ്പിൽ വിടുവാൻ പോയപ്പോഴാണ് വീട്ടമ്മ വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നത് മിന്നു കണ്ടത്. പുഴയിലേക്ക് ചാടി വീട്ടമ്മയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ മിന്നുവിന്റെ പാദസരം നഷ്ടപ്പെടുകയും ചെയ്തു. പരപ്പൻകര വാണിയപ്പുരയ്ക്കൽ അജി സിനി ദമ്പതികളുടെ മകളാണ് മിന്നു. മിന്നുവിന്റെ ധീരതയെ നാട്ടുകാർ അഭിനന്ദിച്ചു. കലയന്താനി സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളെ ആദരിച്ചു. സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ ജോർജ് മാമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ്, ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ എന്നിവർ സംസാരിച്ചു. ഭരണഘടനയെയും ഭരണഘടനാ സംവിധാനങ്ങളെയും ആദരിക്കണമെന്ന മൗലിക കടമയെ കുട്ടികളിലേക്ക് പകർന്ന് നല്ല പാഠം പഠിപ്പിക്കാനൊരുങ്ങി കലയന്താനി സെന്റ് ജോർജസ് ഹയർ സെക്കൻഡറി സ്കൂൾ.
കലേന്താനി സ്കൂൾ ഉൾപ്പെടുന്ന ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി, വാർഡ് മെമ്പർ സഫിയ ജബ്ബാർ എന്നിവരെയും പഞ്ചായത്തിലെ മറ്റ് 12 വാർഡിലെയും ജനപ്രതിനിധികളെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജാൻസി മാത്യു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മനോജ് കോക്കാട്ട് എന്നിവരെയും കൂടാതെ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കളായ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നുമുള്ള ജനപ്രതിനിധികളെയും പ്രസ്തുത ചടങ്ങിൽ ആദരിച്ചു. ആലക്കോട് വെള്ളിയാമറ്റം പഞ്ചായത്തുകളിൽ നിന്നായി ഈ സ്കൂളിലെ 4 രക്ഷിതാക്കളാണ് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ കുട്ടികളും സ്റ്റാഫും PTA-യും മാനേജ്മെന്റും ചേർന്ന് മെമ്പർമാരെ ആദരിച്ചു. സ്കൂൾ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ജനപ്രതിനിധികളെ വേദിയിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ് എല്ലാ മെമ്പർമാർക്കും സ്കൂളിൽ നട്ടുവളർത്തിയ CC ചെടികൾ ഉപഹാരമായി നൽകി. സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ റവറൻ ഫാദർ ജോർജ് മാമ്മൂട്ടിൽ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ജിജി ഫിലിപ്പ്, ഹെഡ്മാസ്റ്റർ ഫാദർ ആന്റണി പുലിമലയിൽ, PTA പ്രസിഡന്റ് ഷിജു ജോസ്, സോഷ്യൽ സയൻസ് ക്ലബ് കോർഡിനേറ്റർ ദീപ വർഗീസ് തുടങ്ങിയവർ ആശംസ നേർന്നു. സിസ്റ്റർ സെലിൻ SABS, ബിബിൻ ബേബി, സിസ്റ്റർ റാണി മോളത്ത് SABS, ദീപു വി, ലിൻസി ലോറൻസ്, റോണിയ സാലസ് എന്നിവരുടെ നേതൃത്വത്തിൽ സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കട്ടപ്പന നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരെയും ചെയർപേഴ്സൺമാരെയും തെരഞ്ഞെടുത്തു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി കട്ടപ്പന നഗരസഭ വൈസ് ചെയർപേഴ്സൺ ലീലാമ്മ ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സിബി പറപ്പായി, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി തോമസ് മൈക്കിൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബീന സിബി, വിദ്യാഭ്യാസ കലാ കായികകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി മനോജ് മുരളി, പൊതുമരാമത്ത് വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി സജിമോൾ ഷാജി എന്നിവരെ തെരഞ്ഞെടുത്തു. ഐഷ പോറ്റി വർഗവഞ്ചകയാണെന്ന് CPM നേതാവ് മുൻ മന്ത്രിയുമായ മേഴ്സിക്കുട്ടിയമ്മ. സ്ഥാനമാനങ്ങൾക്കുള്ള ആർത്തി എങ്ങനെ മനുഷ്യനെ വഷളാക്കുമെന്നതിന് ഉദാഹരണമാണ് ഐഷ പോറ്റി ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പ്രവൃത്തി. ഈ വഞ്ചനയെ നേരിടാനുള്ള കരുത്ത് കൊല്ലത്തെ പാർട്ടിക്കുണ്ട്. പ്രതിഷേധങ്ങൾക്ക് മുതിരില്ലെന്നും സംയമനത്തോടെ ഈ സാഹചര്യത്തെ നേരിടുമെന്നും മേഴ്സിക്കുട്ടിയമ്മ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഐഷ പോറ്റിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും കൊല്ലത്ത് ഉണ്ടായിരുന്നില്ല. ദീർഘകാലമായി പാർട്ടി എല്ലാവിധ അംഗീകാരങ്ങളും നൽകി ചേർത്ത് പിടിച്ച് വളർത്തിയ ആളാണ് ഐഷ പോറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടൈം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷന്റെ എക്സിക്യൂട്ടീവ് തുടങ്ങി ബഹുജന സംഘടനാ തലത്തിലും പാർട്ടി തലത്തിലും ജനാധിപത്യ വേദികളിലും അർഹതപ്പെട്ടതിനും അപ്പുറമുള്ള സ്ഥാനമാനങ്ങളും കൊല്ലത്തെ പാർട്ടി ഐഷ പോറ്റിക്ക് നൽകിയതാണെന്നും മേഴ്സിക്കുട്ടി പറഞ്ഞു.
ഐഷാപ്പൂറ്റിക്ക് പാർട്ടിയിൽ നിന്ന് വിട്ടുപോകാനുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യവും കൊല്ലത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് ഞാൻ കരുതുന്നുമില്ല. ദീർഘകാലമായി പാർട്ടി എല്ലാവിധ അംഗീകാരവും നൽകി ചേർത്ത് പിടിച്ച് വളർത്തിയ ആളാണ് ഐഷാപ്പൂറ്റി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 3 ടേം MLA, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം, മഹിളാ അസോസിയേഷൻ്റെ എക്സിക്യൂട്ടീവ്, ഇങ്ങനെ തുടങ്ങി സംഘടനാ തലത്തിലും ബഹുജന സംഘടനാ തലത്തിലും പാർട്ടി തലത്തിലും ജനാധിപത്യ വേദികളിലും അർഹതപ്പെട്ടതിനപ്പുറമുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതാണ് കൊല്ലത്തെ പാർട്ടിയും സംസ്ഥാനത്തെ പാർട്ടിയും ഐഷാപ്പൂറ്റിക്ക്. ഇങ്ങനെ പെടുന്നതിനെ ഒരു തീരുമാനമെടുത്ത് മാറുക എന്ന് പറയുന്നതിന് യാതൊരു ന്യായവുമില്ല. ഐഷാപ്പൂറ്റി തന്നെ പറയുന്നതായി പ്രതികരണം ഞാൻ കേട്ടു. ഞാൻ ഇങ്ങനെ മാറുമ്പോൾ സഖാക്കൾ വർഗവഞ്ചന കാട്ടിയെന്ന് പറയുമായിരിക്കും. അപ്പോൾ ഐഷാപ്പൂറ്റി തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് വർഗവഞ്ചനയാണ് കാട്ടിയതെന്ന്, അങ്ങനെ പറയുമായിരിക്കും. ഞാൻ എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നത്, ഇങ്ങനെയാണ് പ്രതികരണം നടത്തിയതായി ഞാൻ കണ്ടത്. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണ് കോൺഗ്രസ് പോകാൻ പറ്റുക? കോൺഗ്രസ് ഏത് മനുഷ്യരുടെ പ്രശ്നമാണ് ന്യായമായ പ്രശ്നത്തിന് ഒപ്പം നിൽക്കുക, ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്? അപ്പോൾ സ്ഥാനമാനങ്ങൾക്കുള്ള ഒരു ആർത്തി എന്നത് പറയുന്നത് ഒരു മനുഷ്യനെ എങ്ങനെ വഷളാക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഐഷാപ്പൂറ്റി. അതിനപ്പുറം ഞാനൊന്നും പറയുന്നില്ല. ഐഷാപ്പൂറ്റിയെക്കുറിച്ച് എനിക്ക് വേറെ ഒന്നും പറയാൻ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. വളരെ സൗഹൃദം പുലർത്തിയിരുന്നതാണ് ഞങ്ങളെല്ലാമായിട്ട്. ഇത്തരം ഒരു ഐഷാപ്പൂറ്റിയുടെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചന എന്ന് ഐഷാപ്പൂറ്റി തന്നെ പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഐഷാപ്പൂറ്റി ഉപയോഗിച്ച ഭാഷ വാസ്തവത്തിൽ ഐഷാപ്പൂറ്റി സ്വീകരിക്കുന്നു എന്നതാണ് എൻ്റെ അർത്ഥം. തീർച്ചയായും രാജ്യത്തെ ജനങ്ങൾ, തൊഴിലാളികൾ, കൃഷിക്കാർ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളുടെ പോരാട്ടങ്ങൾ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെ ഒരുമിപ്പിക്കാനാണ് CPIഎമ്മും മറ്റ് വർഗപ്രസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത്. രാജ്യത്തെ ഏക ബദലാണ് ഈ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി പാർട്ടി. ആ ബദലിനെതിരെ നിൽക്കുന്ന ഏതൊരു നീക്കവും തൊഴിലാളികളോടും കൃഷിക്കാരോടും നാടിനോടുമുള്ള വഞ്ചനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ അതിനെ നേരിടാൻ തക്ക കരുത്ത് ഈ ജില്ലയിലെ പ്രസ്ഥാനത്തിനുണ്ട്, ഈ ജില്ലയിലെ വർഗപ്രസ്ഥാനത്തിനുണ്ട്. ഞങ്ങളത് നേരിടും. യാതൊരു തരത്തിലുള്ള മറ്റ് പ്രതിഷേധങ്ങളോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങൾക്ക് വളരെ സംയമനത്തോടു കൂടി ഈ രാജ്യത്തെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ, കൃഷിക്കാരെ സംരക്ഷിക്കാൻ, നാടിലെ ജനങ്ങളുടെ പോരാട്ടത്തിൽ മുഴുവൻ ആളുകളെ അണിനിരത്താനുള്ള എല്ലാ കരുത്തും ശക്തിയും ഈ ജില്ലയിലെ പാർട്ടിക്കുണ്ട്. ഞങ്ങളത് നേരിടും. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിന്നുള്ള തൊമ്മൻകുത്ത് വാർഡ് മെമ്പർ ഷൈനി ജോയി തെരഞ്ഞെടുക്കപ്പെട്ടു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഷാജൻ ജെയിംസും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി കേരള കോൺഗ്രസ് വിഭാഗത്തിലെ മാത്യു തോമസും തെരഞ്ഞെടുക്കപ്പെട്ടു. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് മുൻ മെമ്പറും യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ വിപിൻ അഗസ്റ്റ്യൻ മൂവരെയും അഭിനന്ദിച്ചു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയായി മിനി ജോണിയും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി S. ശ്രീലാലും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ജോളി ജോയിയും തെരഞ്ഞെടുക്കപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കേരള യാത്രയ്ക്ക് തൊടുപുഴയിൽ സ്വീകരണം നൽകി. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജാഥാ നായകൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യോഗത്തിൽ സംസാരിച്ചു. അറക്കുളം സെന്റ് ജോസഫ്സ് കോളേജിൽ ജനുവരി 16, 17 തീയതികളിൽ ദേശീയ വിദ്യാഭ്യാസ വർഷം സംഘടിപ്പിക്കുമെന്ന് കോളേജ് മാനേജ്മെന്റ് തൊടുപുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഖജനാവിൽ നിന്നും പണമെടുത്ത് CPM തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അന്താരാഷ്ട്ര വിന്റർ യൂത്ത് ഗെയിം പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് വേണ്ടി സിൽവർ, ബ്രോൺസ് മെഡലുകൾ സ്വന്തമാക്കിയ ബ്ലസൻ ബാബുവിന് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MPയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മുരിക്കാശ്ശേരി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം നടന്നു. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഐഷാപ്പൂറ്റി വർഗ വഞ്ചകയാണെന്ന് CPM നേതാവും മുൻ മന്ത്രിയുമായ മേഴ്സിക്കുട്ടിയമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.